ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധുജാസ് ഡെയിലി ഡാസിൽ. സോ ഇന്ന് ഞാനൊരു സിനിമ കാണാൻ വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പുറകൊരു കഥയുണ്ട്, അത് ബ്ലോഗിൻ്റെ അവസാനം വരെ കാണുക. സോ സിന്ധുജ MOT മോൾ ഓഫ് ട്രാവൻകൂർ നമുക്കറിയാം, ഈഞ്ചിക്കൽ ബൈപ്പാസ് അടിക്കുന്ന അവിടെ എൻ്റെ ഷടകം, അതായത് എൻ്റെ കാറ് ഞാൻ പാർക്ക് ചെയ്തു. കാർ പാർക്ക് ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമുക്ക് 3rd ഫ്ലോറിലാണ് കിട്ടിയത്, ബേസ്മെൻറ്റിലല്ല പാർക്കിംഗ് കിട്ടിയത്. സോ ചുറ്റി വരണം. സോ ഡ്രൈവിംഗ് വലിയ ടച്ച് ഇല്ലാത്തവരും വരണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ദേ ഒരു എസ്കലേറ്റർ കിട്ടി, അതിൽ നമുക്ക് തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോകാം. ഞാൻ താഴോട്ട് പോവുകയാണ്, നമുക്ക് കാണാം. എസ്കലേറ്ററിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കുക കഴിയുന്നത്. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് സിനി പോളിസ് അതിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്നിടത്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രാക്ടീസ് വരൂ പാർക്കിങ്ങിന്. കാരണം ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ചുറ്റിയാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ട. താഴോട്ട് ഇറങ്ങുന്നതും അങ്ങനെയാണ്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്താൽ മാത്രമേ. ഷോ 5 മണിക്കായിരുന്നു. എല്ലായിടത്തും നേരത്തെ എത്തുന്ന പോലെ ഞാൻ എത്തിയപ്പോൾ സ്റ്റാഫ് പറഞ്ഞ് ക്ലീനിങ് ആണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ കുറച്ച് കൊച്ചുവർത്തനം പറയാം. തിയേറ്റർ കണ്ടിരിക്കുന്ന കോമഡി ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അത് ഞാൻ പാറ്റൂറിൻ്റെ അവിടെ പോയി, മറ്റേ സെൻട്രൽ മാളിൽ പോയി. മോൾ ഓഫ് ട്രാവൻകൂർ എനിക്കറിയാം, മോൾ ഓഫ് ട്രാവൻകൂർ എയർപോർട്ടിൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ എന്നാലും ഞാൻ മണ്ടത്തരത്തിന് അവിടെ പോയി ടിക്കറ്റ് ഓൺലൈനിലെടുത്ത് സ്കാൻ ചെയ്തപ്പോഴാണ് സ്റ്റാഫ് പറഞ്ഞ എൻട്രി ടിക്കറ്റ് കാണിക്കുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ, ഇവിടെയല്ല മേഡം, ഇത് മറ്റിടത്താണ്. അപ്പോൾ 4:15 അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് പാഞ്ഞു വന്നു. പക്ഷെ ഞാൻ 4:30 എത്തി. 15 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ പാറ്റൂർ നീഞ്ചിക്കൽ MOT വരെ. സോ ഇതാണ് നമ്മുടെ ആ ഇതിലെ തിയേറ്റർ J സെക്ഷനിൽ നമ്മുടെ എൻട്രി. നോക്ക്, നല്ല ഈ വെൽവെറ്റ് വോളിങ്ങും. അങ്ങനെ സിന്ധുജ ആദ്യം എത്തി. സിന്ധുജിയുടെ വീട് പോലെ ആരുമില്ല, കൂരിട്ട് ഡിം ലൈറ്റ്, ഞാൻ മാത്രം. പ്രൊജക്ടർ ബാക്കിൽ കാണാം. സിംഗിൾ ലൈഫ് ആകുമ്പോൾ ഇങ്ങനെ ജിങ്കാലാളെ നമുക്ക് എൻജോയ്. ഇപ്പോൾ ഫാമിലിയൊക്കെ ഇട്ടിരുമ്പോൾ മിക്കവാറും നമ്മൾ തിയേറ്ററിൽ കയറുമ്പോൾ ലേറ്റ് ആവും, അത് പേരൻസുമായിട്ട് വന്നാലും. പക്ഷെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ കൂട്ടാക്കുന്നു. എൻ്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഒരു മൂവി കണ്ടു, ഈ മാസം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മൂവി, അതാണ് ഞാൻ. ഇനി സീറ്റ് നോക്കട്ടെ, J4 ആണ്. വരും, മറ്റേ ആൾക്കാർ വരും. ഞാൻ 4:30 ആകുമ്പോൾ അകത്ത് കയറിയതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്ത. 5 ആകുമ്പോൾ എല്ലാവരും വരും. ഞാൻ വാഴ കലാഭവനിലാണ് പോയത്. നമ്മുടെ ഇതിൽ പ്രീമിയം എക്സിക്യൂട്ടീവ് ആണ് എടുത്തത്. ബാൽക്കണി തന്നെ കിട്ടി. മറ്റേ തിയേറ്റേഴ്സിലൊക്കെ ബാൽക്കണി ഓൺലൈൻ ഫുള്ളാണ്. അതാണ് പെട്ടെന്ന് നമ്മൾ ഡിഷിനിട്ട് വരുമ്പോൾ കിട്ടത്തില്ല. സോ സീറ്റ് നല്ല ലക്ഷൂറിയസ് ആണ്. സോ എനിക്കിഷ്ടപ്പെട്ടു. സോ ഞാൻ ഇരുന്നു. ആക്ച്വലി ഇന്ന് എനിക്ക് ഒരു സിമ്പിൾ ലുക്കിൽ വരാനായിരുന്നു താല്പര്യം. സോ അങ്ങനെ ഞാനിങ്ങ് വന്നു. അതിൻ്റെ പിന്നിലും ചില കഥകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ നെയ്ബറിൻ്റെ ഒരു വെഡ്ഡിങ് പാർട്ടി ആയിരുന്നു. പക്ഷെ അവർ വന്ന് വിളിച്ച രീതി, പിന്നെ അവർക്ക് ഭയങ്കര ഒരു പക്ഷാഭേദമായിട്ടുള്ള ഔട്ട്ലുക്കാണ് ബാക്കി നെയ്ബേഴ്സ് വരും. സോ എനിക്കെന്തോ മനസ്സുകൊണ്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവരുടെ കല്യാണത്തിന് പോയില്ല. അതിന് പകരം എനിക്കെൻ്റെ ചുമ്മാ ഷോക്ക് അടിച്ചിരിക്കുന്നുണ്ടല്ലോ. സോ എനിക്ക് ചിൽപ്പിലാവാൻ വേണ്ടി ഞാൻ എൻ്റേതായ ഉപാധി കണ്ടുപിടിച്ചു. അതാണ് തിയേറ്ററിൽ വരിക, എൻജോയ് ചെയ്യുക. ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ ക്യാഷിൻ്റെ പവറായിരിക്കും. നമ്മളോട് ഭയങ്കര നല്ല ട്രീറ്റ്മെൻറ്റാണ് സ്റ്റാഫ്സൊക്കെ. ഓഫ് കോഴ്സ് മണി വരുമ്പോൾ ഞാൻ പണ്ടും വന്നിട്ടുണ്ട്, നല്ലൊരു ഹൈഫൈ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ഫുഡ് പ്ലേസ് ചെയ്യാൻ, ഓർഡർ ചെയ്യാൻ പുറത്ത് വരെ പോകണ്ട. പക്ഷേ ബാക്കിയുള്ള തിയേറ്ററിൽ നമ്മൾ പോയാൽ മാത്രമേ നമുക്കവർ ആ ക്യൂവിൽ നിന്നാലും തരും. പക്ഷേ ഇവിടെ ഇരുന്നാലും നമ്മൾ മെനു കാർഡ് കൊണ്ടുവരുമ്പോൾ ഓർഡർ ചെയ്താൽ തൊട്ട് വേണം കേട്ടോ. കണ്ടീഷൻസ് അപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പരിഗണന നമുക്ക് സീറ്റിൽ തന്നെ കൊണ്ടുവന്ന് തരും. പിന്നെ നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ എണീറ്റ് പോയാൽ പറ്റൂ. സോ എനിക്ക് ഈ റെസ്പെക്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എന്നെ കെയർ ചെയ്യുന്ന ട്രീറ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ തിയേറ്ററും കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അപാകതകളുണ്ട്, അത് ഈ ബ്ലോഗിൻ്റെ അവസാനം വരെ കാണുക. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുക, ഒരു സ്റ്റാഫ് വരും ഓറഞ്ച് ഷർട്ട് ഇട്ട്. പുള്ളിക്കാരനാണ് ആദ്യം ഞാൻ കയറുന്ന കണ്ട് തിയേറ്ററിനകത്ത്. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് ആരുമില്ല, ഞാനാണ് ഫസ്റ്റ് കയറിയത്. ആ സ്റ്റാഫ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ആ സ്റ്റാഫ് പ്രോ എൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി. ജസ്റ്റ് വെയിറ്റ്. ഇനി പാർക്കിങ്ങിൻ്റെ വിശേഷം പറയാം. നല്ല കെയർഫുള്ളായിട്ട് 10 km/h സ്പീഡ് എടുത്ത് നമുക്ക് ചുറ്റി മേളത്തെ നിലയിൽ കാർ പാർക്ക് ചെയ്യാൻ പറ്റും. താഴെ ഇറക്കുമ്പോഴും സൂക്ഷിച്ചിറക്കണം, ലേഡീസ് എസ്പെഷ്യലി. ഞാൻ പറഞ്ഞ ആ കൗണ്ടറിലെ ആ സ്റ്റാഫ് വന്നിട്ട് പോയി. അങ്ങനെ പാവം ഓർഡർ എടുക്കാൻ വന്നു. ഞാൻ ചില്ലി ചീസ് സാൻഡ്വിച്ചും നോൺ വെജ് ഇല്ലായിരുന്നു. പിന്നെ കാപ്പച്ചീനോ ഓർഡർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മൂവി തുടങ്ങുന്നതിൻ്റെ ഇടയിലാണ് അത് കൊണ്ടുവന്നത്, ചൂടായി.
അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ചില്ലി ചീസ് സാൻഡ്വിച്ച് 4 പീസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാപ്പച്ചിനോ ഞാൻ ആ ഹോൾഡറിൽ വെച്ചു, ബോട്ടിൽ ഹോൾഡറിനകത്തോട്ട് ഞാൻ വെച്ചു. ഇനി ഞാൻ ഓരോന്നായിട്ട് ഞാൻ തിന്നുന്നത് ഇരുട്ടത്തെ കാണിക്കാൻ പറ്റും, എന്ത് ചെയ്യാം, അവർ ലൈറ്റ് ഓഫ് ചെയ്തു. ഷുഗറും ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റിർ ചെയ്യാനുള്ള കമ്പും ഉണ്ടായിരുന്നു. ഇതാണ് ചീസ് സാൻഡ്വിച്ച്. ഞാൻ തിന്നുന്നത് ഇരുട്ടത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പല്ലിൻ്റെ വെളുപ്പവും ഇതും. പിന്നെ ഇത് ക്യാപ്പച്ചിനോ ഞാൻ ഷുഗറൊക്കെ ഇട്ട് സ്റ്റിർ ചെയ്യുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ മൂവി കഴിഞ്ഞു. ഞാൻ ലിഫ്റ്റിൽ കയറാൻ നോക്കുക. അതെ, നല്ലൊരു കോമഡി ഉണ്ടായി. എമ്മോറ്റിയിൽ 3rd ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞത്. അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്ത് ഞാൻ താഴോട്ട് വന്നു, ഫസ്റ്റ് ഫ്ലോർ വന്ന് വീണ്ടും 3rd. അങ്ങനെ നമ്മൾ നമ്മുടെ ഷടകം പാർക്ക് ചെയ്ത് ആ മേളത്തെ ടെറസിലേക്ക് പോവുക. വെയിറ്റ്, ഞാൻ എവിടെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടെന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല ഡിയേഴ്സ്. ഇത് എത്രയുണ്ട് കാർ പാർക്കിംഗ്. നമ്മുടെ ഷടകം നോക്കട്ടെ. അതാ കിടക്കുന്ന. ഇനി എക്സിറ്റ് കണ്ടുപിടിക്കണം, ഇനി വീട്ടിൽ പോകണം. മൂവി ദൃശ്യം 3 ആയിരുന്നു. കുഴപ്പമില്ല, നല്ല മൂവിയാണ്, അത്യാവശ്യം കണ്ടിരിക്കാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില സീൻ വന്നു, ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സാക്ഷാൽ എമ്മോറ്റിയുടെ പാർക്കിംഗ് അല്ല, നമ്മുടെ ഷടകം താ കിടക്കുന്നു. അത് കയറിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷം പറയാം. അങ്ങനെ ഞാനൊരു 8:20 റേറ്റൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. നമ്മുടെ ഷടകത്തിൻ്റെ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്തെത്തി. സോ കുറച്ച് ഫീഡ്ബാക്സ് പറയാനുണ്ട്. അതായത് മോൾ ഓഫ് ട്രാവൻകൂറിൽ നമ്മുടെ ഈ സിനിമ നടന്നുകൊണ്ടിരുന്ന സമയം കളർ ഗ്രഡേഷനിൽ കുറച്ച് പ്രശ്നം വന്നു. ഇൻ്റർവെല്ലിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നെ എല്ലാം റിക്കവർ ചെയ്ത് വീണ്ടും സെക്കൻഡ് പാർട്ട്. അത് സ്വാഭാവികമാണ്, ടെക്നിക്കൽ ഗ്ലിച്ചസ് ഇപ്പം വേണോ വരാം. പക്ഷെ അതല്ല എൻ്റെ കോമഡി. ഇത്രയും എഡ്യൂക്കേഷനുള്ള ആൾക്കാർ പോകുന്നതാണ് മോൾ ഓഫ് ട്രാവൻകൂർ. അതിനകത്ത് എൻ്റെ സീറ്റിൻ്റെ അപ്പുറത്ത് J4 ഒരു സീറ്റ് കഴിഞ്ഞ് അപ്പുറത്ത് അടുത്ത സീറ്റ് ആരും ഇല്ലായിരുന്നു റിസർവേഷനിൽ. ഇരുന്ന ചില ടീമുകാർ വളരെ ഫാമിലി ആയിട്ടാണ് വന്നത്. പക്ഷെ കൂകലും കാർഡുകളും ഒരു മര്യാദയില്ലാത്ത ബിഹേവിയർ തിയേറ്ററിനകത്ത് കയറിയിരുന്നു. ഇപ്പോൾ പേയാട് സൈഡിലേക്കുള്ള തിയേറ്ററിലെ ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്ത് അവിടെ സാധാരണ പാവം പിടിച്ച ആൾക്കാർ അവർ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇവിടെ മോൾ ഓഫ് ട്രാവൽ പിന്നെ അവരുടെ ബാത്റൂം ലേഡീസിൻ്റെ എൻ്റെ പൊന്നെ ഉപയോഗിക്കുന്നവരുടെ പ്രശ്നമാണ്, സമ്മതിക്കുന്നത്. പക്ഷേ അതിനൊരു മേൽനോട്ടം വഹിക്കണം. ആ യൂറോപ്യൻ കോഴ്സിനകത്ത് കംപ്ലീറ്റും ഹാൻഡ് ടിഷ്യൂ പേപ്പറും കാര്യങ്ങളും ഇട്ട് സോ എനിക്കിതിൽ പറയാനുള്ള കൺക്ലൂഷൻ, ഇനി നമ്മൾ കുറ്റങ്ങൾ മാത്രം പറയാതെ നമ്മൾ പോസിബിലിറ്റീസും പറയണമല്ലോ. ഇവർ ഈ എമ്മോറ്റിയിലെ ഓരോ തിയേറ്ററിനകത്തും ഭിത്തികളിലോ എവിടെയെങ്കിലും മനുഷ്യർക്ക് കാണത്തക്ക രീതിയിൽ ടെക്നിക്കൽ ഗ്ലിച്ച് വന്നാൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ട്. അതായത് അവിടെ കീയെന്ന് കൂകി അപ്പം നമുക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതൊരു സൊല്യൂഷൻ ഉണ്ട് ഇങ്ങനെ ഗ്ലിച്ചസ് വന്നാൽ. പിന്നെ വാഷ്റൂംസ് അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് അവനവൻ തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പക്ഷെ ഞാനൊരിക്കലും ഇങ്ങനെ ക്ലോഗ് ആക്കിയിടാൻ ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ സൂപ്പർവൈസേഴ്സ് നിന്ന് നോക്കണം, ഓരോരുത്തർ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത്. കാരണം വളരെ ബാഡ് ആയിട്ടുള്ളൊരു വാഷ്റൂമാണ്. ഇത്രയും വലിയ മോളിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈൽ ആൾക്കാർ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോഴേ ഇതൊരു ബാഡാണ്. തിയേറ്ററിലും ആരും പോകാൻ ചാൻസ് ഇല്ല. അങ്ങനെ വൃത്തി എന്നുള്ളത് ടോയ്ലറ്റിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹെൽത്തിൽ. അതുപോലെ ആസ് ഓഫ് നൗ ആ തിയേറ്ററിനകത്ത് J7 കേസിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മതിലൊന്നും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനത്തെ ടെക്നിക്കൽ ഗ്ലിച്ചസ് വെച്ചാൽ ഇന്നയാളെ കോൺടാക്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിനകത്ത് ഒരാൾ നിൽക്കണം ഈ ഗൂഗിൾ കാറിലൊക്കെ ഓടിയാൽ. ഒരുമാതിരി ഈ ചീപ്പായിട്ടുള്ള തിയേറ്ററുകളിലാണ് ഈ പ്രവണതയൊക്കെ കാണുന്നത്. ഇത്രയും ഹൈ ക്ലാസ് ഇതൊക്കെ വന്നിരുന്നത് കാരണം ഫാമിലി ആയിട്ട്. പിന്നെ പടത്തിനെ പറ്റി പടം നല്ല പടമാണ്. ദൃശ്യം നമ്മൾ ഇതിനുമ്പം കണ്ടിട്ടുള്ള നല്ല പടമാണെന്നും കുറ്റമൊന്നും പറയാനില്ല. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ
അതായത് നാളെ എൻ്റെ ഒരു ജീവിതത്തിലെ ഭയങ്കര വിശേഷ ദിവസമാണ്. സോ എൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പടം കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിലല്ലേ നമ്മൾ വാഴ കണ്ട, മീൻസ് ഞാൻ കണ്ടേ. സോ ഇത് കാണണമെന്നുണ്ടായിരുന്നു. ദൃശ്യം 3 അത് കണ്ടു. പിന്നെ ഇന്ന് വൈകിട്ട് എനിക്ക് വേറൊരു പാർട്ടിക്ക് പോകണമായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ പോകാൻ താല്പര്യമില്ലായിരുന്നു. നമ്മുടെ നെയ്ബറിൻ്റെ ആയിരുന്നു. അതിൻ്റെ കഥ ഞാൻ പിന്നീട് വ്ളോഗിൽ പറയാം. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു. പിന്നെ തിയേറ്ററിനകത്ത് നിങ്ങൾക്ക് ഇരുട്ടത്ത് കാണാൻ പറ്റുമെന്നില്ല, ഞാൻ കുറച്ച് ചില്ലി ചീസ് സാൻഡ്വിച്ച് മേടിച്ചു. പിന്നെ ക്യാപ്പച്ചീനോ, കോഫി ലവറാണല്ലോ, ഞാൻ ഈ സാധനങ്ങൾ മേടിച്ച് തട്ടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇന്നത്തെ ടൈം ഞാൻ എൻജോയ് ചെയ്തു. നമുക്ക് പരിഗണന കിട്ടാത്ത ഒരു ഇൻവിറ്റേഷനിലുള്ളൊരു പാർട്ടിക്ക് വെഡ്ഡിങ്ങിന് പോകുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് ആ സമയം നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഞാൻ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ വേറൊരു ബ്ലോഗിൽ പറയാം. കാരണം എനിക്ക് അനന്തു എന്ന് പറയുന്ന ഒരു പുതിയൊരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. ആൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ബ്ലോഗ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവങ്ങൾ പറയാം. അപ്പോൾ ഇതിൽ പോസിറ്റീവും പറഞ്ഞു, നല്ല കാര്യങ്ങളും പറഞ്ഞു. മോൾ ഓഫ് ട്രാവൻകൂർ കിടിലമാണ്, തിയേറ്റർ കിടിലമാണെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പോരായ്മകളും പറഞ്ഞു, അതിൻ്റെ സൊല്യൂഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അധികത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധയപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്യുക. ജസ്റ്റ് ഒരു അപേക്ഷയായിട്ടങ്ങ് വിചാരിച്ചാൽ മതി. സോ അത്രയേ ഉള്ളൂ. സോ നാളത്തെ വ്ളോഗ് സ്പെഷ്യൽ വ്ളോഗാണ്. എല്ലാവരും കാണണം. കാണാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അനന്തു താങ്ക് യു സോ മച്ച്. ആനന്ദ് ഷാലിയോ അനന്തു ആണെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ അഡ്വക്കേറ്റ് നരേഷ് സോളിജി, അഡ്വക്കേറ്റ്